അനസ് തങ്ങൾ ഷഹീദായി പോയി. ഉഹുദിന്റെ രണാങ്കണം കഴിഞ്ഞപ്പോ നമ്മളെ മുത്തുകരുടെ സത്യ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരൊക്കെയാ ഉഹുദിൽ ഷഹീദായി എന്നറിയാൻ ആ ഉഹുദിന്റെ രണാങ്കണത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് നടന്നു നോക്കിയപ്പോ അതാ പൂമാല പോലെ അമ്പുകൾ എടുത്ത് തലച്ചോറ് പുറത്തു ചാടി, കൊടൽമാല പുറത്തു ചാടി അതേ ഒരാൾ കൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കണ്ണുകൾ പുറത്താ, പല്ലുകൾ പുറത്താ, കവിളിന്റെ ഭാഗത്തൊക്കെ അമ്പുകളാണ്. ആ സമയത്തതാ ഒരു പെണ്ണോടി വന്നിട്ട് പറയുന്നു, അല്ലാ ഇതിന്റെ ആങ്ങള അനസാണല്ലോ, ഇതിന്റെ ആങ്ങള അനസാണല്ലോ, ഇതിന്റെ ആങ്ങള അനസ് തന്നെയാ. അനസിന്റെ മോതിരം നോക്കിയിട്ട് പെങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച് ഉഹുദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞ് ഷഹീദായി പോയ അനസ് തങ്ങൾ നാളെ ആഖിറ ലോകത്ത് വരുമ്പോ നമ്മളൊക്കെ എന്ത് പറഞ്ഞിട്ടാ സ്വർഗത്തിലേക്ക് കടക്കുക? അല്ലാഹു നമുക്കൊക്കെ സ്വർഗം നൽകുമാറാവട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല ആത്മാർത്ഥമായി വളരെ ഇഖ്ലാസോടുകൂടെ ഈ ദീനി സംരംഭത്തിന് നമ്മളൊക്കെ തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സന്ദേശം എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വളരെ റാഹത്തോടുകൂടെ നമ്മുടെ പ്രവാസ ലോകത്തിലുള്ള പ്രവാസികൾ അവർ കഷ്ടപ്പെടുമ്പോ അവരെ ഇക്കാമടിക്കാൻ പൈസ, തനാസുല് മാറാൻ പൈസ, ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ ഗൾഫ് പട്ടണത്തിൽ കഷ്ടപ്പെടുമ്പോൾ പ്രവാസ ലോകം സ്വന്തം ജന്മനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. നമ്മളെ മക്കൾ അവരുടെ കലാവിരുദിന് നമ്മൾ കൊടുക്കണം ഉപഹാരം, നമ്മൾ സഹകരിക്കണം. ഈ ഗൾഫ് നാട്ടിൽ കഷ്ടപ്പെടുന്ന വയർപ്പിന്റെ തുള്ളി നമ്മുടെ നാട്ടുകാർ അനുഭവിക്കണം എന്ന് മനസ്സിലാക്കി എല്ലാ വർഷവും 25,000 രൂപയും ആവശ്യപ്പെടുമ്പോഴൊക്കെ അതിനൊക്കെ അവർ ഒരുമയോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ അവരുടെ റൂമിലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ് അവർ സഹായ സഹകരണങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മളെ മക്കൾ ഭാഗവാക്കായിട്ടില്ലെങ്കിൽ നമ്മൾ ഫോണിലൂടെ വിളിക്കുമ്പോൾ പറയണം, മോനെ നമ്മളൊരു മദ്രസയുണ്ട്, ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് എഴുതണം എന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് നമ്മളെ ഹയാത്ത് കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഈ സ്ഥലത്ത് നമ്മളെ പേരിൽ, മദ്രസയുടെ പേരിൽ, ഈ സ്ഥലത്ത് സുന്ദരമായ ഒരു ഭവനം കെട്ടിപ്പടുത്ത് നമ്മളെ മക്കള്, നമ്മളെ പേരമക്കള് നമ്മളെ ഹയാത്ത് കാലത്ത് കവറും പിടിച്ച്, ഖുർആനും പിടിച്ച്, അഖ്ലാഖും പിടിച്ച്, തജ്വീദും പിടിച്ച്, ദിനിയാത്തും പിടിച്ച് മദ്രസയിലേക്ക് പോകുന്നത് കാണാൻ നമുക്ക് കഴിയണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെയാണ് അതിനെ സഹായിക്കുന്നത്? അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായിട്ട് ഈ പരിപാടിയിൽ വന്നിരിക്കേണ്ടവർ, ഈ പരിപാടിയിൽ സജീവമാവേണ്ടവർ ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട്. സർവശക്തനായ അല്ലാഹു അവരുടെ രോഗങ്ങൾ പരിപൂർണ്ണ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.